യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയായതിനാൽ സഭാമക്കളായ നാം ഓരോരുത്തരും പ്രേക്ഷിതരാണ്. മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുക എന്ന സഭയുടെ ദൗത്യം നിറവേറ്റപ്പെടുന്നത് സഭാമക്കളായ നാം ഓരോരുത്തരിലൂടെയുമാണ്. മാമോദീസായും തൈലാഭിഷേകവും വഴി ആ ദൗത്യം നാം ഏറ്റെടുക്കുന്നു. അങ്ങനെ ലഭിച്ച ആ ദൗത്യം നമ്മുടെ ജീവിതത്തിലുടനീളം നാം പ്രാവർത്തികമാക്കുന്നുണ്ടോ? അതനുസരിച്ചാണോ നാം ജീവിക്കുന്നതെന്ന് ഇന്നത്തെ ഷെമാ ഇസ്രായേലിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കായി സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ കുര്യൻ കാരിക്കലച്ചനാണ്. ഒരു വ്യക്തിയുടെ ജീവിതസാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ധന്യ, സ്ഥലം കട്ടച്ചിറ. കഴിഞ്ഞ ശനിയാഴ്ച ആരാധനയുടെ സമയത്ത് വിജിലച്ചൻ ഇങ്ങനെ പറയുണ്ടായി, കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവെന്ന്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു. കാരണം ഒരു മാസത്തോളമായിട്ട് ഞങ്ങൾക്ക് പൈപ്പ് ലൈൻ വെള്ളം കിട്ടിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് ഇല്ലാണ്ടായി. അവിടെ ഒരു മതിൽ അതിൻ്റെ ഇടിഞ്ഞു പോയി, പണി തടസ്സപ്പെട്ട് കിടന്നു. അങ്ങനെ അത് ഞങ്ങൾക്ക് വെള്ളം കിട്ടാതെ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. ഞങ്ങളിവിടെ ആരാധനയുടെ സമയത്ത് തന്നെ അവിടെ വെള്ളം ഓൾറെഡി വന്നു കഴിഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോൾ ഓൾറെഡി വെള്ളം വന്നെന്ന് ഞങ്ങൾ അറിഞ്ഞു. പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷെമാ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം, നമ്മൾ അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കപ്പെടണം. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന ഒരു വചനഭാഗം നമ്മളിന്ന് ധ്യാനിക്കുകയാണ്. 1 പത്രോസ് 3-ാം അധ്യായം 9-ാമത്തെ വചനം. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്: നമ്മളെ മറ്റൊരാൾ ശപിച്ചാൽ പോലും നമ്മൾ തിരിച്ച് ശപിക്കരുത്, മറിച്ച് അനുഗ്രഹിക്കണം. നമ്മൾ അപ്രകാരം അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും, മറ്റുള്ളവരാൽ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ചില വഴികളാണ്, വചന വഴികളാണ് നമ്മളിന്ന് വചന വെളിച്ചത്തിൽ ധ്യാനിക്കാൻ പോകുന്നത്. ഞാൻ UK-യിൽ ധ്യാനങ്ങൾക്ക് പോയപ്പോൾ അവിടെ കണ്ടുമുട്ടിയ 2 ഫാമിലി, ഞാൻ കയറി ചെന്ന 2 ഫാമിലീസ്, 2 കുടുംബങ്ങൾ. ഒരു കുടുംബത്തിൽ അവർക്ക് 6 മക്കൾ, 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. അപ്പോൾ ഞാൻ ചെന്ന സമയത്താണ് അപ്പോൾ അവർ പറയായിരുന്നു, ഞങ്ങളുടെ മക്കളിൽ ബാലൻസ്ഡ് ആകും, കാരണം ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന കൊച്ച് പെങ്കൊച്ചാണ്, അതുകൊണ്ട് ബാലൻസ്ഡ് ആവും. നേരത്തെ അവർക്ക് 2 പെണ്ണും 3 ആണുമായിരുന്നു. അപ്പോൾ അവർക്ക് 3 ആൺകുഞ്ഞുങ്ങളും 3 പെൺകുഞ്ഞുങ്ങളും.
വേറൊരു കുടുംബത്തിൽ 7 മക്കൾ, 7 മക്കളുടെ മാതാപിതാക്കൾ. ഈ 2 ഭവനത്തിൽ നിന്നും എനിക്ക് കേൾക്കാൻ പറ്റിയ ഒരു കാര്യം അതിനെ ചിന്തിപ്പിച്ചു. അച്ഛാ, കൊച്ചൊന്നാണേലും 6 7 കാര്യങ്ങളൊക്കെ നടന്നു പോകും. ദൈവം വഴി നടത്തും. ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് ഈ മക്കൾ, ദൈവം നൽകിയ മക്കൾ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏതെല്ലാം രീതിയിൽ ചിന്തിക്കുന്നവർ, വേണേ 2 കഴിഞ്ഞ് 3ാമതൊരു കൊച്ചുണ്ടായാൽ അത് വലിയ ഭാരമാകും, ബുദ്ധിമുട്ടാകും, പ്രശ്നങ്ങളാകും എന്നൊക്കെ ചിന്തിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടാകും എന്നൊക്കെ ചിന്തിക്കുന്നവർ. ഞാനീ പറഞ്ഞ 2 കുടുംബങ്ങളും വലിയ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഉള്ളവരല്ല. പക്ഷേ അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. അവർ വളരെ ഹാപ്പിയാണ്. വളരെ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ജീവിക്കുന്ന കുടുംബാംഗങ്ങൾ. 2 വചനഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഏറ്റെടുക്കുന്നത് നല്ലതാണ്. ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് സാധിച്ചെടുക്കാനുള്ള വഴികൾ ഈ 2 വചനഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തേത് പുതിയ നിയമത്തിൽ നമുക്കെടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനം. യോഹന്നാൻ 15-ന്റെ 7-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ, വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് അനുഗ്രഹം ചോദിച്ചാലും ദൈവം അനുഗ്രഹിക്കും. നമ്മൾ എന്താവശ്യമായി ദൈവത്തിൻ്റെ പക്കലേക്ക് ചെന്നാലും ദൈവം അത് നടത്തി തരും. അതല്ലേ ഈ വചനത്തിൻ്റെ വാഗ്ദാനം. ഇനി അതിന് ഒരു വ്യവസ്ഥ പോലെ വെച്ചിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ എന്നിൽ വസിക്കണം, എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കണം. ഈ വ്യവസ്ഥ പാലിച്ചാൽ ദൈവം പറയാണ്, ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം അവകാശമാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. മറ്റൊരു വചനഭാഗം പഴയ നിയമത്തിൽ നമുക്കെടുക്കാം. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ വചനം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. തോബിത്ത് 4-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം. ഒന്നാമത്തെ കാര്യം, ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുക. ദൈവത്തോട് ഭക്തിയുള്ളവരായിരിക്കുക. 2ാമത്തെ കാര്യം, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ദൈവഭക്തിയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ളൊരു പരിശ്രമവും അവർ നടത്തും. ദൈവഭക്തിയുള്ളവരായിരിക്കുക, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. 3ാമത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന് പ്രീതികരമായവ അനുഷ്ഠിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകും. അതാണ് ആ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുക. എല്ലാ വിധത്തിലും, ആത്മീയതയിലും ഭൗതികതയിലും നിനക്ക് ഉയർച്ച വരും, സമൃദ്ധി ഉണ്ടാകും. അതിന് നമ്മൾ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുക, പാപങ്ങൾ ഒഴിവാക്കി ജീവിക്കുക, ദൈവത്തിന് അപ്രീതി ഉളവാക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്, മറിച്ച് ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുക. ഇവിടെ ഈ 2 വചനഭാഗങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മളിനി 7 അനുഗ്രഹ വഴികൾ ചിന്തിക്കാൻ പോവുകയാണ്. അനുഗ്രഹ വഴികൾ. നമ്മൾ ആ വഴിയെ നടന്നാൽ ഉറപ്പായിട്ടും ദൈവാനുഗ്രഹം നമുക്ക് കിട്ടിയിരിക്കും. ഒന്നാമത്തെ അനുഗ്രഹ വഴിയാണ് കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുന്നത്. കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. ജോഷുവ 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വചനഭാഗം നമ്മളൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിൻ്റെ ആയുഷ്കാലത്ത് നീ തോൽവി രുചിക്കില്ല. നിൻ്റെ ആയുഷ്കാലത്ത് ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. അതിന് നീ ചെയ്യേണ്ട കാര്യം, മോശ വിശ്വസ്തയോടെ ഞാൻ നൽകിയ കൽപ്പനകൾ അനുസരിപ്പിച്ചതുപോലെ നീ അനുസരിക്കുക. എങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൽപ്പനകൾ ഇന്നും അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഈ വാഗ്ദാനം കർത്താവ് നിറവേറ്റും.
നിൻ്റെ ആയുഷ്കാലത്ത് ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ പരാജയ കാരണം നമ്മുടെ പാപമാണ്. പരാജയ കാരണം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ വലിയ ഒരു വഴിയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും വചനത്തിലൂടെ നമ്മൾ വളരണം. നമ്മൾ കാണുന്നുണ്ട് 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം. ആ പുസ്തകം അവസാനിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. 2 പത്രോസ് 3:18. പത്രോസിലെ പറയാണ്, ഇതാണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കേണ്ടത്, ഇതാണ് നിങ്ങൾക്ക് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ക്രിസ്തുവിനെക്കുറിച്ച് അറിയണം. ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾ സ്വന്തമാക്കണം. അതിന് ദൈവത്തിൻ്റെ വചനം നിങ്ങളെ സഹായിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം വായിച്ചാൽ നിങ്ങൾ കേട്ട ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുക. വചനത്തെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ക്രിസ്തുവിനെ അറിയാൻ പറ്റും. ക്രിസ്തുവിൻ്റെ കൃപയിൽ വളരാൻ നമുക്ക് സാധിക്കും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് കൊളോസസ് 3-ാം അധ്യായം 16-ാമത്തെ വചനം എടുത്താൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴും പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും എല്ലാം വചന സമൃദ്ധി ഹൃദയത്തിലുണ്ടെന്ന് ഉറപ്പാക്കുക. വചനത്തിൻ്റെ സമൃദ്ധി, അതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട സമൃദ്ധി. വചന സമൃദ്ധി ഹൃദയത്തിലുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കുക. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 48-ാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കൂട്ടം ജനം അവർ കേട്ട കർത്താവിൻ്റെ വചനത്തിൽ തൂങ്ങിക്കിടന്നു. They were hanging on to the word of God. Hanging on, കർത്താവിൻ്റെ വചനത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്നു. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുമോ? അപ്പം അതുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ്, ക്രിസ്തുവിൻ്റെ കൃപ, വചനത്തിലൂടെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിച്ചുയർത്തും. നമ്മളിൽ ആശ്രയിക്കുന്ന വ്യക്തികളെ പോലും കർത്താവ് അനുഗ്രഹിച്ചുയർത്തുന്ന ആ വലിയ അനുഭവം ഉണ്ടാവും. മൂന്നാമത്തെ കാര്യമാണ്, കർത്താവിൻ്റെ വചനം പ്രചരിപ്പിക്കണം. ദൈവത്തിൻ്റെ വചനം കേട്ട് നമ്മൾ അനുഗ്രഹം പ്രാപിച്ചാൽ മാത്രം പോരാ. ഈ അനുഗ്രഹത്തിന് മറ്റുള്ളവർ അർഹരാകണം. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വചനം പ്രചരിപ്പിക്കണം. കർത്താവിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തത് കൊണ്ട്, ആ വചനം എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് വചനം പ്രചരിപ്പിക്കാൻ ഓടി നടന്ന വ്യക്തികളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ നിയമത്തിലാണെങ്കിലും അപ്പസ്തോല പ്രവർത്തനങ്ങളൊന്ന് വായിച്ചാൽ മതി. പൗലോസ്, സീലാസ്, ബർണബാസ്, പത്രോസ്, ഇങ്ങനെയുള്ള നിരവധി വ്യക്തികളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, വചനം പ്രചരിക്കണം. വചനം പ്രചരിക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 46 മുതലുള്ള വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, പൗലോസും ബർണബാസും ഒരിടത്ത് അവർക്കൊരു തിരസ്കരണം ഉണ്ടായിട്ട് പോലും വചനം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ നിന്ന് അവർ പിന്മാറിയില്ല. യഹൂദരെ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾ പോവുകയാണ് വിജാതീയരുടെ പക്കലേക്ക്. ആ വിജാതീയർ സന്തോഷത്തോടെ ആ വചനം ഏറ്റെടുത്തു. അതിൻ്റെ ഫലമായിട്ട് ആ ദേശത്തെങ്ങും ആഹ്ലാദം, ആ വ്യക്തികൾക്കെല്ലാം രക്ഷയുടെ അനുഭവം, സന്തോഷം, സമാധാനം. ഇതൊക്കെ മറ്റുള്ളവർക്കും ഉണ്ടാകേണ്ടതിന് വചനം പ്രചരിപ്പിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നവരാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ വചനം മാംസമായ യേശുക്രിസ്തുവിലൂടെ രക്ഷ കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് സമറിയാക്കാരി സ്ത്രീ. യേശുവിനെ രക്ഷകനായി, പ്രവാചകനായി, അഭിഷിക്തനായി അവൾ തിരിച്ചറിഞ്ഞു. അതിനുശേഷം ഈ സമറിയാക്കാരി സ്ത്രീ ചെയ്തൊരു കാര്യം, അവൾ പിന്നെ അവളുടെ സുഖജീവിതമല്ല നോക്കിയത്. അവൾ അവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ചു, പട്ടണത്തിലേക്ക് പോയ വഴിക്കും അവിടെ ചെന്ന് കഴിഞ്ഞും കണ്ടവരോടെല്ലാം അവൾ വിളിച്ചു പറഞ്ഞു, ഞാൻ കണ്ടു, ഒരാളെ ഞാൻ കണ്ടു, വചനം മാംസമായ യേശുവിനെ ഞാൻ കണ്ടു. നിങ്ങളും പോണം, അവനെ കാണണം, ആ രക്ഷ അനുഭവിക്കണം. ഈ ഒരാൾ വചനം പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, നിരവധി ആളുകൾ അവിടെ വന്നു യേശുവിനെ കേൾക്കാൻ, യേശുവിൽ രക്ഷ കണ്ടെത്താൻ. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിച്ചാൽ പല മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എനിക്കറിയാം ഒരു സഹോദരൻ ഈ വചനത്തോടുള്ള
അഭിനിവേശം മൂലം ആ വചനം പ്രചരിപ്പിക്കാൻ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം ഞാൻ കേട്ടതാണ്. പുള്ളി ഓട്ടോറിക്ഷയിൽ കയറിയാലും പുള്ളിയുടെ ചിലപ്പോൾ ഒരു മാസിക 2 മാസികയൊക്കെ കാണും, അത് ആ ഓട്ടോയിൽ ഇട്ടേച്ച് പോകും. അദ്ദേഹം പറയുന്നത് മറ്റൊരാൾ അവിടെ കയറുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ആ മാസികയൊന്ന് എടുത്ത് വായിച്ചാൽ ഒരു വചനം അവരുടെ ഹൃദയത്തിൽ കയറി പറ്റിയാൽ ഞാൻ വചനം പ്രചരിപ്പിച്ച വ്യക്തിയാവുമല്ലോ. അതിനുവേണ്ടി അദ്ദേഹം ചെയ്യുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ തീക്ഷ്ണതയോടുകൂടി വചനം പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ചാൽ ഉറപ്പായും ദൈവത്തിൻ്റെ വചനം പ്രചരിക്കും. അത് അനേകരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വർഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 4-ാമത്തെ കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾ കാണുന്നുണ്ട് 1 തീമോത്തി 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ മധ്യസ്ഥ പ്രാർത്ഥന, എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ഇതിന് നമ്മൾ തയ്യാറായാൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ടല്ലോ. വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രേക്ഷിതരുടെ മധ്യസ്ഥയായിട്ട് ഇന്ന് സഭയിൽ അംഗീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? തനിക്ക് കിട്ടിയ സഹനങ്ങൾ, അതുപോലെ തന്നെ തനിക്ക് കിട്ടിയ ദൈവാനുഭവം, അതിൻ്റെ വെളിച്ചത്തിൽ ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിച്ചു. മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 5-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ജയിലിൽ കിടന്ന പത്രോസ്, ആ പത്രോസിനെ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പുറത്തു കൊണ്ടുവന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കെട്ട് മധ്യസ്ഥ പ്രാർത്ഥന. ആദിമ ക്രൈസ്തവ സമൂഹം തീഷ്ണതയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഈ അത്ഭുതം ദൈവം പ്രവർത്തിച്ചത്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ആഗ്രഹിച്ചാൽ, ഒന്ന് പരിശ്രമിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന. ലോകം മുഴുവന് വേണ്ടി നമ്മൾ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. 5-ാമത്തെ കാര്യമാണ് സമ്പത്ത് പങ്കുവയ്ക്കുന്ന ആ ഒരു മനോഭാവം. അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായത്തിൻ്റെ 30 മുതൽ വായിച്ചാൽ പൗലോസ്ലീഹ ശുശ്രൂഷ കൊണ്ട് സമ്പത്തുണ്ടാക്കിയവനല്ല, തൻ്റെ സമ്പത്തും അവൻ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിച്ചവനാണ്. അതുകൊണ്ടാണ് സ്വന്തം പണം കൊണ്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ വന്ന് എല്ലാവർക്കും ശുശ്രൂഷ ചെയ്തു കൊടുക്കുന്ന ആ പൗലോസിനെ നമുക്കവിടെ കാണാൻ പറ്റും. ദരിദ്രരുമായിട്ട് സമ്പത്ത് പങ്കുവയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് കർത്താവിന് കടം കൊടുക്കുകയാണ് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 19:17 വായിച്ചാൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളത് പങ്കുവയ്ക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, മറ്റു പലരും അതിലൂടെ അനുഗ്രഹിക്കപ്പെടും. ലൂക്കാസ് സുവിശേഷം 12:13 മുതലും 14:13 മുതലും വായിച്ചാൽ ഈ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. നീ വിരുന്നൊരുക്കുമ്പോൾ ദരിദ്രരെ വിളിച്ച് അവർക്ക് ആ സദ്യയിൽ പങ്കുചേരാൻ അവസരം കൊടുക്കുക എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുക. അങ്ങനെയെങ്കിൽ നീ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. അല്ലാത്ത പക്ഷം ഭോഷനായ ഒരു ധനികനായിട്ട് നീ മാറുന്ന ദുരവസ്ഥ നിനക്കുണ്ടാകുമെന്നും 12-ാം അധ്യായത്തിൻ്റെ 13 മുതൽ ലൂക്കാസ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 6-ാമത്തെ കാര്യം ഇതാണ്, ശുശ്രൂഷ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹം ശുശ്രൂഷ ചെയ്താൽ മാത്രമേ കിട്ടൂ. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ സക്കറിയ നല്ല പ്രാർത്ഥനയുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ അവന് സന്താനഭാഗ്യം ലഭിച്ചത് അവൻ ശുശ്രൂഷ ചെയ്ത ആ സമയത്താണ്. ആ ഒരു വാഗ്ദാനം ദൈവം അവന് നൽകിയത്. അവസാനമായിട്ട് 7-ാമത്തെ കാര്യം ഇതാണ്, സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള വലിയ മനസ്സ്. സഹനങ്ങൾ നമ്മൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ചാൽ ഉറപ്പായിട്ടും സഹനങ്ങൾ നമ്മളെ തേടി വരും. 2 തീമോത്തി 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. 1 പത്രോസ് 4-ാം അധ്യായം 12 മുതൽ വായിക്കുമ്പോൾ ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ പിറുപിറുക്കരുത്, ലജ്ജിക്കരുത്, ആവലാതി പറയരുത്, ആരെയും കുറ്റപ്പെടുത്തരുത്, അഭിമാനത്തോടെ ആ സഹനം ഏറ്റെടുക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിറവേറുകയാണെങ്കിൽ വലിയ ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വരും, നമ്മളിലൂടെ മറ്റനേകരിലേക്ക് ഒഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ വൻ കൃപയ്ക്കായി നമുക്കിപ്പോൾ വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും
പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ആരാധിക്കുന്ന ഒരു സമൂഹമായി, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സമൂഹമായി, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു സമൂഹമായി ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മൾ കേട്ട വചനങ്ങളിൽ ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവമക്കളാണ്. ലോകത്തിൻ്റെ മക്കളിൽ നിന്നും സാത്താൻ്റെ മക്കളിൽ നിന്നും നമ്മൾ വ്യത്യസ്തരായിരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളെക്കുറിച്ച് ദൈവവചനം പറഞ്ഞത് നമ്മൾ കേൾക്കുകയുണ്ടായി. 1 പത്രോസ് 3:9. നിങ്ങളെ ആരെങ്കിലും ശപിച്ചാൽ പോലും തിരിച്ച് ശപിക്കരുത്, അനുഗ്രഹിക്കണം. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ദൈവത്തിൻ്റെ മക്കളാകയാൽ നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം, നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ചിന്തിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ ഇടവന്നിട്ടുണ്ടാവാം. മാപ്പ് ചോദിക്കാം, വിശുദ്ധീകരണം യാചിക്കാം. നമുക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കി തെറ്റേറ്റ് പറയുമ്പോൾ കർത്താവ് എല്ലാം ക്ഷമിക്കും, മറക്കും. മുമ്പോട്ട് പാപം ആവർത്തിക്കാതിരിക്കാനുള്ള കൃപയും അഭിഷേകവും അനുഗ്രഹവും അവിടുന്ന് നൽകും. ഏതാനും നിമിഷങ്ങൾ ദൈവത്തിന് മുമ്പിൽ നമുക്ക് എളിമപ്പെടാം. കർത്താവേ, അങ്ങയുടെ സ്പർശനം എനിക്ക് വേണം, വിശുദ്ധീകരണം എനിക്ക് വേണം, സൗഖ്യം എനിക്ക് വേണം, അഭിഷേകം എനിക്ക് വേണം. എനിക്ക് ഒരനുഗ്രഹമായി മാറണം. എന്നിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ട കൃപയും അഭിഷേകവും നൽകണമെന്ന് യാചിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് അല്പസമയം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളൊന്നുയർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ, അങ്ങയെ ആരാധിക്കുന്ന ഞങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൈകൾ കൂപ്പി കർത്താവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ കേട്ട അനുഗ്രഹ വഴികൾ ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് ഏറ്റെടുത്ത് ആ വഴികളിലൂടെ ദൈവമേ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഈ ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടു, കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുന്നത് അനുഗ്രഹ വഴിയാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുന്നത്, അങ്ങനെയുള്ളവരിലേക്ക് കർത്താവിൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമെന്ന് യെശയ്യാ 48:18 നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ്, ക്രിസ്തുവിൻ്റെ കൃപ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വചനത്തിലൂടെ നമുക്ക് വളരാൻ സാധിച്ചാൽ അത് വലിയ വലിയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തും. ദൈവരാജ്യം അന്വേഷിക്കുന്നവരിലേക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്ത് തരുന്നവനാണ്. വിശ്വാസത്തോടെ നമുക്ക് ഈശോയുടെ പക്കലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണെങ്കിൽ ആ വചനം നമ്മൾ പ്രചരിപ്പിക്കാനും കടപ്പെട്ടിരിക്കുന്നവരാണ്. എന്നെ കാണുന്നവർ കർത്താവിനെ കാണണം. ഞാൻ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം അവർ കേട്ട് ആ വചനത്തിലൂടെ ഈശോയിലേക്ക് കൂടുതൽ കൂടുതൽ വളരണം. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാനുള്ള നമ്മുടെ കടമ നമ്മൾ മനസ്സിലാക്കി. നമ്മളിപ്പോൾ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുന്ന ഈ സമയം ലോകം മുഴുവന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകം അനുഗ്രഹിക്കപ്പെടും. ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ലോകത്തിലേക്ക് വരും. കർത്താവേ, ഞങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. പലപ്പോഴും ചെയ്യാതിരുന്നത് ഞങ്ങളുടെ അലസത കൊണ്ടും സ്വാർത്ഥത കൊണ്ടുമൊക്കെയാണ്. ഈശോയെ, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ആ വലിയ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ സമ്പത്ത് ദൈവം നൽകാത്തതായ ഒരു സമ്പത്ത് നമുക്കില്ല. അത് പങ്കുവയ്ക്കാൻ നമ്മൾ മനസ്സാകുമ്പോൾ അനേകർ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ സമ്പത്തും ആത്മീയതയും വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ കിട്ടാവുന്ന അനുഗ്രഹങ്ങൾ വിപുലമാണ്. സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അനേകർ അനുഗ്രഹിക്കപ്പെടും. ഒരുപക്ഷെ അതിശക്തമായ
രീതിയിലും ഭാഷയിലുമൊക്കെ പ്രസംഗിച്ചിട്ടും മാനസാന്തരം വരാത്ത വ്യക്തികൾ നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചാൽ മാനസാന്തരപ്പെടും. ഈ ബോധ്യത്തോടെ നിങ്ങളുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ അനുഗ്രഹ വഴികളിലൂടെ ഇനി നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നിങ്ങൾ കർത്താവിൻ്റെ സഹായം തേടുക. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും, കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കാരുണ്യവാനായ കർത്താവേ, ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ, ഇവരെടുക്കുന്ന തീരുമാനങ്ങളെ അനുഗ്രഹിക്കണമേ. ഇനി മുമ്പോട്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, അങ്ങയുടേതായി ജീവിക്കുമ്പോൾ ഇവർക്ക് വേണ്ടതെല്ലാം അവിടുന്ന് നൽകി അനുഗ്രഹിക്കണമേ. ഇവരിലൂടെ ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, ഈ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ്സ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഏറ്റെടുക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ